ആയിട്ടുണ്ടല്ലോ. സോ Yes. ഇന്നത്തെ നമുക്ക് സെഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് Okay. അറിയാം വ്യാഴാഴ്ചയാണ്. നമ്മുടെ നോർമൽ സെഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിന്ന് ബുക്ക് റിവ്യൂ ഡേ ആണ്. സോ ഇന്നത്തെ ബുക്ക് റിവ്യൂ ഡേ എടുക്കുന്ന നമ്മുടെ സ്വന്തം ബി മാജിക് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ നൗഫൽ സാറാണ്. സാറുടെ ബുക്ക് റിവ്യൂക്ക് സാറുടെ റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കമന്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്യാവോ? ആരൊക്കെ വായിച്ചിട്ടുണ്ട്? ഓക്കെ, ബീനമ്മ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ദിവ്യ മാം ഇല്ല, ഷൈന മാം ഇല്ല. ഓക്കെ, സോ ഈ ഒരു ബുക്കിന്റെ റിവ്യൂവും കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ നൗഫൽ സർ എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി നൗഫൽ സർ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു ഗോപിക മാം. കേൾക്കുന്നുണ്ടോ? താങ്ക് യു. ഓ, കേൾക്കാം സർ. ഇതിനു മുമ്പൊക്കെ എടുത്തിരുന്നത് ഓർമ്മ ഉണ്ടെന്നല്ല, നമ്മളെ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ. അതില് നമ്മള് എങ്ങനെയാണ് പിന്നെ സമ്പന്നനാവാൻ എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അതായത് 10% മാറ്റി വെക്കുക, അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഇന്നലെ സേഫ് സാറിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളെ ചിന്തകളെ ഒക്കെ മാറ്റിമറിക്കാനുള്ള ഈ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ വാങ്ങിയിട്ട് 2 വർഷമായെങ്കിലും 3ാമത്തെ തവണയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഈ ക്ലാസ് കൂടി കേട്ടപ്പോൾ ഒരു കണക്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഇതിൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പേജ് 170ാമത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നു. പരാജയത്തിന്റെ 30 പ്രധാന കാരണങ്ങൾ എന്നാണ്. ഇതിൽ എന്തൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട് എന്നും പറയുന്ന ഒരു 30 പോയിന്റുകളാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ബുക്കിന്റെ റിവ്യൂ നമുക്ക് ആദ്യം മുതലേ നെക്സ്റ്റ് ഒരു സെക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇതിന്റെ ഒരു ആമുഖം മാത്രം ഞാൻ വായിക്കുകയാണ്, എന്നിട്ട് നമുക്ക് ആ 30 കാരണങ്ങളിലേക്ക് പോകാം. ഈ ആമുഖം വായിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ബുക്ക് നിർബന്ധമായി നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ശരിക്കും ഒരിക്കലെങ്കിലും അല്ല, ഈ ബുക്കൊക്കെ ഇടയ്ക്കിടെ നമ്മൾ വായിക്കണം. ഇങ്ങനത്തെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട്. കാരണം നമ്മളെ ചിന്തകളെ നന്നാക്കാനും പിന്നെ പ്രാക്ടിക്കലായിട്ട് നമ്മളെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഉള്ള ഒരു ബുക്കാണ്. അപ്പൊ നിർബന്ധമായിട്ടും എല്ലാവരും ഇത് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിനാമുഖത്തേക്ക് കിടക്കാം. 1937 പ്രസിദ്ധീകരിച്ച കൃതിയാണ് നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പോൾ നോക്കുക, 1937 പ്രസിദ്ധീകരിച്ച ആ ഒരു ബുക്കായിട്ട് പോലും ഇപ്പോഴും കോടിക്കണക്കിന് കോപ്പികൾ വിറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ തലമുറ വരെ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിന്തിച്ചിട്ട് സമ്പന്നനാവാം എന്നുള്ളതാണ് ഇതിന്റെ ടോപ്പിക്. നമ്മളെ സീക്രട്ടൊക്കെ പോലെയുള്ള ഒരു ബുക്കാണ്. മനുഷ്യ മനസ്സ് കരുത്ത് ഉദാഹരണ സഹിതം അപൂർവ കൃതികൾ ഒന്നാണിത്. അനേകം ലോക ഭാഷകളിലേക്ക് ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനേകം പേർ ഇതിലെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ജീവിത വിജയം നേടുകയും ചെയ്യുന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാട്ടോ, ആമുഖമായതുകൊണ്ട്. ധനികരാകുക എന്ന വാക്കുകൊണ്ട് നെപ്പോളിയനിൽ സമ്പത്ത് കുന്നുകൂട്ടുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സമ്പത്ത് അത്യന്താപേക്ഷിതമാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ പലയിടത്തും അടിവരയിടുന്നുണ്ട്. മിക്കവാറും എല്ലാ ഉപദേശങ്ങളും ചെന്നെത്തുന്നത് സമ്പത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നത് തന്നെയാണ്. എന്നാൽ ഈ സമ്പത്ത് നേരായ മാർഗത്തിലൂടെ നേടണമെന്നും അതിനായി സാംസ്കാരിക ധനികത ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ഗ്രന്ഥകർത്താവ് എടുത്തു പറയുന്നു. അങ്ങനെ ശരിയായ മാർഗത്തിലൂടെ ജീവിത വിജയം നേടുന്നത് എങ്ങനെ എന്നതിനൊരു മാർഗനിർദ്ദേശിയാണ് ഈ പുസ്തകം. ജീവിത വിജയം എന്നതിന് സാമ്പത്തിക വിജയം സാംസ്കാരിക വിജയം തുല്യ പ്രധാനമുള്ളവയാണെന്ന് ഈ പുസ്തകം പറയുന്നു. സാമ്പത്തികമായി തന്നെ നമുക്ക് സാംസ്കാരികമായിട്ടുള്ള വിജയം വേണം. അപ്പൊ ബോധമനസ്സിന് നമ്മുടെ സ്വാഭാവിക രീതികളെ പെരുമാറ്റങ്ങളിൽ സ്വാധീനം ചെലുത്താനാകുമെന്ന് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബോധമനസ്സ് മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന പലതും ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടുന്നു. ഈ വികാരങ്ങളും ചിന്തകളും ഇച്ഛകളും എല്ലാം നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുക മാത്രമല്ല അതിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഉപബോധ മനസ്സിന്റെ ഈ പ്രവർത്തന രീതി സർഗാത്മകമായി എങ്ങനെ ഉപയോഗിക്കാം, അതായത് പോസിറ്റീവായിട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഈ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. അതിനുള്ള വ്യായാമങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഉപബോധ മനസ്സിലുള്ള എല്ലാം കപടവേഷത്തിൽ ഒളിഞ്ഞു കിടക്കുന്നവയാണ്, മറിച്ച് വെക്കപ്പെട്ടവയാണ്. അവയിൽ അധികവും നിഷേധാത്മക വികാരങ്ങളും, അതായത് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, അവ പെട്ടെന്ന് സ്വമേധയാ ഉപബോധ മനസ്സിലേക്ക് ഇരിച്ചു കയറി ചെന്ന് അവിടെ സ്ഥാനം പിടിക്കും.
എന്നാൽ പോസിറ്റീവ് ചിന്തകൾ അങ്ങനെയല്ല. അവ നാണകുണികളാണ്, ലജ്ജാശീലമുള്ളവയും തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന പ്രകൃതമുള്ളവയാണവ. അവയെ നമ്മൾ ബോധപൂർവം ബോധമനസ്സിലേക്ക് ഉന്തിത്തള്ളി എത്തിക്കേണ്ടി വരും. അവ അവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ അതായത് നെഗറ്റീവ് ചിന്തകളെ സാവധാനം കാലിയാക്കും. അതെങ്ങനെ ചെയ്യണം എന്നതിന് അനേകം മാർഗനിർദ്ദേശങ്ങളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനാകും. ധനകത്വം എന്നതൊരു മാനസികാവസ്ഥ കൂടിയാണെന്നും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ധനികരാകണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചിന്തിക്കുന്നതിന്റെ ശൈലി മാറ്റുക എന്നതാണ്. ധനികരാകണം എന്ന പോസിറ്റീവായിട്ടുള്ള ചിന്ത ബലമായി മനസ്സിലേക്ക് കടത്തിവീഴുകയും അതിനായി നമ്മൾ ധനികരാണെന്ന് സ്വയം വിശ്വസിക്കണം, അങ്ങനെ കരുതണം, അതിനനുസരിച്ച് പെരുമാറണം. ഒരിക്കൽ കൂടി പറയട്ടെ, ധനികത എന്നത് ഒരു സാമ്പത്തിക ധനികത മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സന്തോഷം, ആരോഗ്യപൂർണമായ ബന്ധങ്ങൾ, വ്യാപാര വിജയം എന്നിവയെല്ലാം ധനികതയിൽ തന്നെയാണ്. നമ്മൾ എന്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. ചിന്തകളെ ഭൗതിക യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാനാകും എന്ന് നെപ്പോളിയൻ ഹിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിന്റെ 25 വർഷത്തെ ഗവേഷണങ്ങളുടെ ഫലമാണ് ഈ പുസ്തകം. അദ്ദേഹം ഈ പുസ്തകം എഴുതാൻ വേണ്ടി 25 വർഷം ചെലവഴിച്ചിട്ടുണ്ടെന്നാണ്. പുസ്തകത്തിൽ തന്റെ സ്വന്തം പുത്രന്റെ ഉദാഹരണം മനസ്സിനെ സ്പർശിക്കും വിധത്തിൽ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെ അനേകം ഉദാഹരണങ്ങളും യഥാർത്ഥ സംഭവങ്ങളും ഇതിലുണ്ട്. നെപ്പോളിയൻ ഹിൽ നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് അത്ര വിഷയകരമായ കാര്യങ്ങളൊന്നുമല്ല. ശരിയായ ചിന്ത, ശരിയായ പ്രവർത്തനം എന്നിവയെ ഏകോപിപ്പിക്കാനുള്ള ചില മാർഗങ്ങൾ മാത്രമാണ്. ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രവർത്തിക്കുക കൂടി ചെയ്യണം. ഈ പ്രവർത്തനത്തിന് ലക്ഷ്യവും ഉണ്ടാവണം, അതിനൊരു അടുക്കവും ചിട്ടവും ഉണ്ടാവണം, അത് നേടിയെടുത്തേ വിശ്രമമുള്ളൂ എന്ന ചിന്തയും ഉണ്ടാവണം. ഇതാണ് ഇതിന്റെ ഒരു ആമുഖമായിട്ട് പറയുന്നത്. ഒന്ന് ഓടിപ്പോയത് എല്ലാവർക്കും ഇതിന്റെ ഒരു ചുരുക്കം മനസ്സിലായിട്ടില്ലേ? അപ്പോ ഇതിലിനി പറയുന്നത് പരാജയപ്പെടാനുള്ള 30 കാരണങ്ങളാണ്. അപ്പോ അതൊന്നും നമ്മൾ എന്താക്കാൻ നോട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക ഇതിൽ എന്തൊക്കെയാണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. സത്യസന്ധമായി ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന മനുഷ്യരാണ് ജീവിതത്തിലെ വലിയ ദുഃഖകഥകൾ. ഇത്തരം ആളുകളുടെ എണ്ണം വിജയിക്കുന്നവരെ അപേക്ഷിച്ച് വളരെ അധികമാണെന്നാണ് അതിലും വലിയ ദുഃഖകഥ. അനേകായിരം സ്ത്രീ പുരുഷന്മാരെ തങ്ങൾ വെറും പരാജയമാണെന്ന് കരുതുന്നതിൽ 98% വിശകലനം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നെപ്പോളിയൻ പറയുന്നത്. 98% ആളുകളും ജീവിത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന സംസ്കാരത്തിന്, വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് എന്തോ കാതലായ തകരാറുണ്ട്. ഈ ലോകത്തിൽ അതായത് 98% ആളുകൾ ഇതിലൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകളാണ്, എന്നിട്ടും പരാജയപ്പെടുക എന്നാ പറഞ്ഞത്. അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് എന്തോ തകരാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇല്ല. അപ്പോൾ ഓരോരുത്തരെ വ്യക്തികളെ മൈൻഡ് സെറ്റ് കൊണ്ടാണെന്ന് നമുക്കറിയാം, മാജിക്കൽ വന്നതുകൊണ്ട്. പരാജയത്തിന് 30 പ്രധാന കാരണങ്ങളാണ് എൻ്റെ വിശകലനത്തിലൂടെ എനിക്ക് കണ്ടെത്താനായത്. ആളുകൾ ധനസമ്പാദനത്തിലേക്ക് എത്തുന്നത് 13 സിദ്ധാന്തങ്ങളുടെയും എനിക്ക് കണ്ടെത്താനായി. ഈ അധ്യായത്തിൽ പരാജയത്തിന്റെ പ്രധാന 30 കാരണങ്ങൾ പട്ടികപ്പെടുത്തുന്നു. ഈ പട്ടികയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളെയും പരിശോധിക്കുക. നിങ്ങൾക്ക് വിജയത്തിനും ഇടയിൽ ഇതിൽ എന്തൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളെ പരാജയത്തിനും വിജയത്തിന്റെ ഇടയിൽ എന്തൊക്കെയാണ് നമുക്ക് വിലങ്ങുതടിയായി നിൽക്കുന്നത് നോക്കാൻ പറഞ്ഞു. അപ്പൊ 170 പേജ് മുതലായിട്ടാണ് ഞാൻ വായിക്കുന്നത്. ഒരു 3 പേജോളം ഉള്ളൂ. 350 പേജുള്ള ഒരു പുസ്തകമാണ്. നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഒരു നടുക്കഷ്ണം മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. അതേപോലെ ഇതിൽ ചിലപ്പോൾ ഇത് ഇംഗ്ലീഷിന്റെ പരിഭാഷയാണ്. അപ്പൊ ഇതിൽ ചില വാക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ചില ആളുകൾ എന്താക്കുക, ഞാൻ കുറച്ച് ഇങ്ങനത്തെ പുസ്തകങ്ങൾ തന്നെ വായിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും ചിലപ്പോൾ അത്. പക്ഷെ ആ വാക്കുകൾക്ക് പരിവർത്തനം ചെയ്തു തരാൻ ചിലപ്പോൾ പറ്റില്ല. അപ്പൊ അറിയുന്ന ആളുകൾ എന്താക്കുക, അങ്ങനത്തെ വാക്കുകളൊക്കെ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ നന്നായിരിക്കും ഓർമ്മിക്കുക. കാരണം ഈ ബുക്കുകൾ ഒരുവിധ ആളുകൾ വായിച്ചിട്ടില്ലെങ്കിൽ ഇതിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളാണ്. മാജിക്കലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ ഇതിലുണ്ട്. അപ്പോൾ ഒന്നും കൂടി റിമൈൻ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത് ഇതിലൂടെ. താങ്ക് യു. ഇതിൽ ഒന്നാമതായി പറയുന്നത് എന്താ വെച്ചാൽ, അനുയോജ്യമല്ലാത്ത പാരമ്പര്യങ്ങൾ. വിവേകശക്തി ഇല്ലാത്ത ആരെങ്കിലും ജനിച്ചാൽ അതിന് പ്രതിവിധിയായി നമുക്ക് വളരെയധികം ഒന്നും ചെയ്യാനാകില്ല. മാസ്റ്റർ മൈൻഡ് എന്ന സിദ്ധാന്തത്തിലൊരു സഹായം സ്വീകരിച്ചാൽ ഈ ബലഹീനതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം. എന്നാൽ പരാജയത്തിന്റെ 30 കാരണങ്ങൾ ഒന്ന് മാത്രമാണിതെന്നും അതൊരു വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ നേരെയാക്കാൻ സാധിച്ചേക്കില്ല എന്നും മനസ്സിലാക്കുക. അതായത് നമുക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണം 30 കാരണങ്ങൾ ഒന്നതാണ്. അപ്പം അധികം ഒന്നും നേരാക്കാൻ പറ്റില്ല എന്നാണ് ഇതേ പറയുന്നത്. നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ജന്മനാ ഉള്ള ആളുകളാട്ടോ, ഡിപ്രഷനിൽ വന്ന ആളുകളല്ല ഉദ്ദേശിച്ചത്. രണ്ടാമതായി പറഞ്ഞത് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമില്ലാതിരിക്കുക.
ഒരു കേന്ദ്ര ലക്ഷ്യമില്ലാതെ ചെന്നു ചേരാൻ ഒരു ലക്ഷ്യവുമില്ലാത്ത വ്യക്തിക്ക് വിജയപ്രതീക്ഷ ഉണ്ടാവുക അത്ര എളുപ്പമല്ല. ഞാൻ വിശകലനം ചെയ്തവരിൽ 100-ൽ 98 പേരും അങ്ങനെ ലക്ഷ്യമില്ലാത്തവരായിരുന്നു. അപ്പൊ നമുക്കറിയാം ലക്ഷ്യങ്ങൾ കാര്യം അല്ലെ, ലക്ഷ്യമില്ലാത്തവരാണ് കൂടുതൽ ആളുകളും. അപ്പൊ ഈ മാജിക്കിലൊക്കെ വന്നുകൊണ്ട് നമ്മൾ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് അതിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് നമ്മൾ എന്താകാം പിന്നെ നമുക്കറിയാം. അപ്പൊ ഇതിലുള്ള ആളുകളൊക്കെ പിന്നെ വിജയിക്കാനുള്ള ഈ ഒരു രണ്ടാമത്തെ കാര്യവും നമ്മളെ ജീവിതത്തെ ബാധിക്കൂല. കാരണം കൂടുതൽ ആളുകളും ലക്ഷ്യമുള്ളവരാണ്. ലക്ഷ്യമില്ലാത്ത ആളുകൾ എന്തായിരിക്കുക, പുതിയ ആളുകൾക്ക് അറിയാൻ വേണ്ടി പറയാം, കറക്റ്റ് ഒരു ലക്ഷ്യം എഴുതി ഉണ്ടാക്കുക, അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ സാറെ വീഡിയോ കണ്ടിരുന്നു, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ലക്ഷ്യം കുറിച്ച് പറയുന്നത്. അർജുനോട് എന്ത് കാണുന്നു ചോദിച്ചപ്പോൾ കണ്ണ് കാണുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്രയും വ്യക്തമായിരിക്കണം നമ്മളെ ലക്ഷ്യം. നമ്മൾ മരം കാണുന്നു എന്ന് പറയാതെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതേപോലെ ആ ലക്ഷ്യങ്ങൾ നമ്മൾ എന്താക്കുക, ആദ്യം ചിന്തകളിലാണ് ലക്ഷ്യം വരിക, പിന്നെ ആ ലക്ഷ്യം പേപ്പറിലേക്ക് എഴുതണം. പേപ്പറിൽ എഴുതാതെ ഒരിക്കലും നമ്മളെ മൈൻഡിലിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. പേപ്പറിലേക്ക് പകർത്തിയിട്ട് പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യാം. നമുക്കൊക്കെ അറിയാം അല്ലെ, താജ്മഹലിന്റെ കഥയൊക്കെ നമ്മൾ ഉദാഹരണം കേട്ടതാണ് അല്ലെ. താജ്മഹൽ ആദ്യം എവിടെ വന്നത്? ആഗ്രയിലല്ലല്ലോ, അത് ഷാജഹാന്റെ ചിന്തയിലാണല്ലോ ആദ്യം വന്നത്. പിന്നെ അത് ഏതിലോട്ടാ വന്നത്? അതൊരു പേപ്പറിലേക്കാ വന്നത്. പിന്നെയാണ് അത് ആ സ്ഥലത്തേക്ക് വന്നത് അല്ലെ. ആ എന്തായാലും നമ്മളൊരു വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ച വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ മൈൻഡിലേക്കാ വന്നിട്ടുണ്ടാകുക. പിന്നെ അത് പേപ്പറിലേക്കാക്കി പിന്നെയാണ് അത് ഇംപ്ലിമെന്റ് വന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമതായി പറയുന്നത് സാമാന്യത്തിന് മുകളിൽ ലക്ഷ്യം വെക്കാനുള്ള അഭിലാഷമില്ലായ്മ. ഇങ്ങനെ ഉദാസീനമുള്ള പ്രത്യേക താല്പര്യമൊന്നുമില്ലാത്ത വ്യക്തികൾക്ക് നൽകാൻ ഞങ്ങളുടെ പക്കൽ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹമില്ലാത്തവരാണ്. മുന്നേറാനായി ഒരു വിലയും അധ്വാനവും നൽകാൻ തയ്യാറല്ലാത്തവരാണ്. ലക്ഷ്യം ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് ചെക്കായില്ലേ? ആ ഒന്നും കേൾക്കുന്നില്ല. ബുക്ക് റിവ്യൂ ആണെന്ന് വെച്ചിട്ട് ആളുകൾ നിന്ന് കൊഴിഞ്ഞു പോകണ്ടട്ടെ. 25 പേരുണ്ടായിരുന്നു, ഇപ്പൊ 24 ആളായി. ആ ഒരാള് നൗഫലാ പോലെ അല്ലേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ആ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സാറേ. താഴേക്കാൻ പോയതാവൂലേ? അല്ലല്ല, നല്ല മഴയാണ് പുറത്ത്, അപ്പോ റേഞ്ച് കട്ടായി പോയതാ. അപ്പോ നമ്മള് അത് പറഞ്ഞു, മൂന്നാമത്തെ കാര്യം പറഞ്ഞു. അപ്പോ സമയക്കുറവ് കൊണ്ട് നാലാമത്തിലേക്ക് പെട്ടെന്ന് പോവാണ്. പിന്നെ നാലാമതായി പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. ഇത് വളരെ എളുപ്പത്തിൽ മറികടക്കാവുന്ന ഒരു വൈകല്യമാണ്. ഏറ്റവും വിദ്യാസമ്പന്നൻ എന്ന് പേര് കേട്ടവർ സ്വന്തം പ്രയത്നത്തിൽ ജീവിതം പടുത്തുയർത്തിയവരാണ്. സ്വയം വിദ്യാഭ്യാസം നേടിയവരോ ആണെന്ന് അനുഭവം അറിഞ്ഞു തരുന്നു. ഒരാൾ വിദ്യാസമ്പന്നനാകാൻ ഒരു കോളേജ് ബിരുദം മാത്രം പോരാ, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കാതെ തനിക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കാൻ പഠിച്ചവരാണ് വിദ്യാസമ്പന്നൻ എന്ന് വിളിക്കുന്നത്. വിദ്യാസമ്പന്നന്റെ ജ്ഞാനത്തിന് അത്രയധികം പ്രാധാന്യമില്ല, എന്നാൽ ജ്ഞാനം ശരിയാവിധം ഉപയോഗത്തിലുണ്ട്. ഒരാൾക്ക് എന്തറിയാം എന്നതിലല്ല, അവർക്ക് വേതനം ലഭിക്കുന്നത് അവർക്ക് അറിയാവുന്നത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നു എന്നതിലാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവ് നമുക്കറിയാം. ഇന്നലൊക്കെ സൈഫ് സാറെ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് എന്താണ്, നമ്മളെ അറിവിന്റെ തൂക്കം കൂട്ടാനാ പറഞ്ഞത്. നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളെ മേഖലയിൽ നമ്മൾ എന്തൊക്കെ കൂടുതൽ പഠിക്കണം അത് പഠിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ 7ാം ക്ലാസ് വരെ പോയാലും 10ാം ക്ലാസ് വരെ പോയാലും ഒക്കെ ഉണ്ടാവും. അവരിനി ഡിഗ്രിയും PG എടുക്കണം എന്നല്ല.
അവരുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകൾ വർദ്ധിപ്പിക്കുക, ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഓൺലൈനിലായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്താണ് പുതിയ തലമുറയെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ടാവും, പല ജീവിതാനുഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് അവർ ഓൾറെഡി ഒരു ജ്ഞാനിയായിരിക്കും. അപ്പൊ അവരെന്താക്കുക, കുറച്ചുകൂടി മെച്ചപ്പെട്ട ലെവലിലേക്ക് എത്തിക്കുക. പിന്നെ അതേപോലെ ഇത് ലാസ്റ്റ് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്, അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. വിദ്യാഭ്യാസത്തിന് ജ്ഞാനം അത്രയധികം പ്രധാനമില്ല, എന്നാൽ ജ്ഞാനം ശരിയായ വിധം ഉപയോഗിക്കുന്നതിലുണ്ട്. ഒരാൾക്ക് എന്തറിയാം എന്നില്ല, അവർക്ക് വേദന ലഭിക്കുന്നു. അവർക്കറിയാവുന്നത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്യുന്നതിലാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാം, പക്ഷെ അത് നമ്മൾ എന്താക്കണ്, ഇംപ്ലിമെന്റ് ചെയ്യില്ല, അല്ലെ പ്രായോഗികത്തിൽ നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് ഒരു നേട്ടവുമില്ല, നമുക്കറിയാലോ. അപ്പൊ ആ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളെ ഓഫീസിലായാലും നമ്മളെ മേഖലയിലായാലും ഒക്കെ. അതേപോലെ അച്ചടക്കത്തിന്റെ ആത്മശിക്ഷണത്തിന്റെ കുറവ്, അത് വലിയൊരു പോയിന്റ് ആട്ടോ. അച്ചടക്കത്തിന്റെ ആത്മശിക്ഷണത്തിന്റെ കുറവ്, അതായത് ആത്മനിയന്ത്രണത്തിലൂടെയാണ് അച്ചടക്കം സാധ്യമാകുന്നത്. ഒരാൾ അയാളിലുള്ള വിപരീത ചിന്തകളെ അതായത് നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രണം എന്നാണ് ഇതിന്റെ അർത്ഥം. ചുറ്റിലുമുള്ള അവസ്ഥകളെ നിയന്ത്രിക്കുന്നതിന് മുമ്പ് നിങ്ങളെ നിയന്ത്രിക്കണം. നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതിൽ ഏറ്റവും വിജയകരമായ ജോലിയാണ് സ്വയം നിയന്ത്രിക്കുക എന്നത്. നിങ്ങൾ നിങ്ങളുടെ സത്തയെ ആക്രമിച്ച് കീഴടക്കുന്നെങ്കിൽ സത്ത നിങ്ങളെ ആക്രമിച്ച് കീഴടക്കും. അപ്പോൾ നിങ്ങളുടെ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രത്തെയും ഏറ്റവും വലിയ ശത്രുവിനെയും നിങ്ങൾക്ക് കാണാം. അപ്പൊ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മിത്രവും, നമ്മൾ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ശത്രുവും. അപ്പൊ ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ തന്നെ നോ പറയാൻ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതന്നെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സ് പറയും എഴുന്നേൽക്കേണ്ട, കുറച്ചുകൂടി നേരം കിടക്കുക എന്ന് പറയുമ്പോൾ അതിന് നോ പറഞ്ഞ് ചാടി എഴുന്നേൽക്കുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളോടൊക്കെ നമ്മൾ എന്തൊക്കെ ആത്മനിയന്ത്രണം പാലിക്കുക. ബാഡ് ഹാബിറ്റ് ഒക്കെ ഉണ്ടാവും, അപ്പൊ അതൊക്കെ നമ്മൾ എന്താക്കുക, ഒഴിവാക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മളോട് തന്നെ പടപൊരുതണം. നമുക്ക് നല്ല എല്ലാ വിഷയത്തിലും നല്ലൊരു ലീഡർ ആവണമെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു വിജയി ആവണമെങ്കിലോ നമുക്ക് എന്താക്കണം, നമ്മളെല്ലാത്തിലും പോയി ഇടപെടുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതല്ല, ഉള്ളത് നമുക്ക് നല്ല ആത്മനിയന്ത്രണമാണെന്നുള്ളതാണ്. അപ്പൊ അതില്ലാത്ത ഒരാള് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പഠനത്തിലൂടെ പറഞ്ഞത്. അതേപോലെ അനാരോഗ്യം, നല്ല ആരോഗ്യമില്ലെങ്കിൽ ഒരാൾക്കും വിശേഷമായ ജീവിത വിജയം കൈവരിക്കാനായില്ല. അനാരോഗ്യത്തിന്റെ കാരണങ്ങൾ പ്രമുഖം നിയന്ത്രണമില്ലവയാണ് തന്നെയാണ് മുഖ്യം. അതായത് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പൊ നമുക്ക് കുറെ പണം ഉണ്ടായി നമ്മൾ വിജയിച്ചു, അത് ആസ്വദിക്കാൻ നമുക്ക് എന്താണ് ഈ ആരോഗ്യം ഇല്ലെങ്കിൽ ഡയാലിസിസിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ എന്നും പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വിജയം കൊണ്ട് നമുക്കൊരു കാര്യമില്ല, നമ്മുടെ തലമുറയ്ക്കേ കാര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മനിയന്ത്രണം ഇപ്പൊ ഭക്ഷണത്തിലൊക്കെ ഉണ്ടാക്കുക, ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക. അപ്പൊ ആത്മനിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ജങ്ക് ഫുഡ് പോലുള്ള ഭക്ഷണങ്ങള്. പിന്നെ അതുപോലെ ഒരു നിയന്ത്രണം ഇല്ലാതെ അധികമായിട്ട് കഴിക്കുക പല ഭക്ഷണങ്ങളും, ബിരിയാണി ആയാലും അല്ലെങ്കിൽ എന്ത് മധുരമായാലും ഒക്കെ. അപ്പൊ നമ്മള് പിന്നെ മനസ്സിൽ ഇപ്പൊ തീരുമാനിക്കും നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കില്ല, അല്ലെങ്കിൽ ബ്രോസ്റ്റ് കഴിക്കില്ല, അൽഫാം, മന്തി, അല്ലെങ്കിൽ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ കഴിക്കുള്ളൂ, ഒരു മാസത്തെ കഴിക്കുള്ളൂ എന്നൊരു തീരുമാനം എടുത്ത ആളുകളാണെങ്കിൽ നമ്മളെ തീന്മേശയിൽ ചിലപ്പോ പ്രപഞ്ചത്തിന് ഒരു വിഷയമുണ്ട്. നമ്മൾ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാനുള്ള പ്രേരണ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, അതിനുള്ള അവസരങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ നോ പറയാനുള്ള ഒരു ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ജങ്ക് ഫുഡ് പിന്നെ ഒഴിവാക്കണം തീരുമാനിച്ച ഒരാൾക്ക് ഇന്നൊരു സുഹൃത്ത് വിളിച്ച് പറയണം നമുക്ക് അവിടെ പോയിട്ട് ഒരു ഭക്ഷണം എൻ്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന് നോ പറയാൻ നമുക്ക് കഴിയണം, അതിൽ പങ്കെടുക്കുക. പക്ഷെ ആ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ളത്, അത് ലൈറ്റ് ആക്കാനുള്ള ഒരു പിന്നെ ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. മേലെ പറഞ്ഞ കാര്യം ഇതിലൂടെ ഞാൻ ആഡ് ചെയ്തെന്നുള്ളൂ. ഇതിലും പറയുന്ന കാര്യങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ളതാണ്. പിന്നെ ആ അടുത്ത പോയിന്റ് പറയുന്നത് അല്ല, അതിനോട് തന്നെ ആഡ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആരോഗ്യത്തിന് ഇത്ര നല്ലതല്ലായ ഭക്ഷണം അമിതമായി കഴിക്കുക. ചിന്തയിലെ തെറ്റായ ശീലങ്ങൾ, വിപരീത ചിന്തകൾക്ക് വികാരം കൊടുക്കൽ. അതായത് നമ്മള് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്കിങ്, കടങ്ങളെ കുറിച്ച് പറയാ, അതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ ആലോചിക്കുക എപ്പോഴും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക. അതേപോലെ അതിനോട് ആഡ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളാണ് ലൈംഗികാസക്തിയുടെ തെറ്റായ ഉപയോഗവും അമിത ഉപയോഗവും. അതേപോലെ ശരിയായ ശാരീരിക വ്യായാമത്തിന്റെ അഭാവം. അതായത് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം ഒരു 40-50 വയസ്സ് ആയി കഴിഞ്ഞാല് ഊരവേദന, കൈവേദന, കാൽവേദന, പിന്നെ തെറാപ്പി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് സമയം കണ്ടെത്തേണ്ടി വരും. ഇന്ന് രാവിലെ നമുക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് 10 മിനിറ്റ് നമുക്ക് എന്താണ് എക്സസൈസ് ചെയ്യാൻ സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ഈ ഡോക്ടറെ കാണിക്കാൻ 1 ദിവസമോ 2 ദിവസമോ മാസങ്ങളോളം നമ്മൾ അതിന്റെ വേക്കിൽ പോയി നമ്മളെ ജോലി ലീവാക്കി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സസൈസ് ലൈഫിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുന്നത് പോലെ ഞാൻ ഈ ബുക്ക് വായിച്ചതിന് ശേഷം നമുക്കറിയാം, ഞാൻ എക്സസൈസിന്റെ ഫോട്ടോസൊക്കെ വേറെ ചലഞ്ച് ഗ്രൂപ്പിൽ ഇടേണ്ടത് കൊണ്ടും ഞാൻ ഈ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. അപ്പൊ എക്സസൈസ് നിർബന്ധമായിട്ട് 20 മിനിറ്റ് നടക്കാനെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ സമയമില്ലാത്തൊരു വൈകിട്ടെങ്കിലും ചെയ്യുക. എക്സസൈസിന് ഇന്ന സമയം എന്നൊന്നുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതിലടുത്തായി പറഞ്ഞത് ശരിയായ വിധത്തിൽ ശുദ്ധവായു ലഭിക്കാതിരിക്കുക. മിക്കപ്പോഴും ഇത് സംഭവിക്കുന്നത് ശരിക്ക് ശ്വസിക്കാത്തത് കൊണ്ടാണ്. അതായത് നമ്മൾ നല്ല ബ്രീത്തിങ് എടുക്കുക. ഈ പട്ടണത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ അറിയാൻ പറ്റും. നല്ല പുക, അതിന്റെ പൊല്യൂഷന്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പൊടിപടലങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന ഇടയിലും ജീവൻ നിലനിർത്താൻ വേണ്ടി ശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ ശരിയായ ശ്വസനമല്ല നമ്മളോട് ഞാൻ പറയുന്നത്. അപ്പൊ ബ്രീത്തിങ് എടുക്കുക. നമ്മള് ഇതിലൊക്കെ ചെയ്യുന്നില്ല, മെഡിറ്റേഷനിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കുക, പുറത്തു പോകുന്നതിന് മുമ്പ് രാവിലെ നന്നായിട്ട് ബ്രീത്തിങ് എടുക്കുക. മൂക്കിലൂടെ വലിച്ചിട്ട് വായിലൂടെ പുറത്തേക്ക് ഇടുക. അതേപോലെ തന്നെ പ്രാണായാമം ചെയ്യുക. അറിയാത്തവരൊക്കെ സമയം കുറവുകൊണ്ട് പറയുന്നില്ല, ഗ്രൂപ്പിൽ ചോദിച്ചാൽ പ്രാണായാമ ഒരു വിരൽ വെച്ചിട്ട് മറ്റേ മൂക്കിലൂടെ വലിച്ചിട്ട് ഇപ്പുറത്തെ ഹോളിലൂടെ വിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ദിവസം ചെയ്യാം. ബ്രീത്തിങ്ങിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. നമുക്ക് ഒരു സ്റ്റേജ് പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ ഒരു ഫിയർ ഉണ്ടെങ്കിൽ നല്ലോണം ബ്രീത്തിങ് എടുത്ത് പോയാൽ ഓക്സിജൻ നല്ലോണം കയറും. നമുക്ക് അധികം സംസാരിക്കാൻ പേടിയുള്ള ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ, ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ബിമാജിക്കിന്റെ ക്ലാസ് ഫീഡ്ബാക്ക് പറയാനും ധൈര്യം ഇല്ലാത്തപ്പോഴൊക്കെ നല്ലോണം ബ്രീത്തിങ് എടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് എന്താണ്, വാക്കുകൾ കിട്ടാതിരിക്കില്ല, പേടി വരില്ല, കൈവിറയലൊന്നും വരില്ല. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് ബ്രീത്തിങ്ങിലൂടെ. അപ്പൊ അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് ഇതിലൂടെ അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ ഓർമ്മപ്പെടുത്താന്നുള്ളതും അറിയാത്ത ആളുകൾക്ക് മനസ്സിലാക്കുക. അടുത്തായി പറയുന്നത് ബാല്യദശയിൽ പ്രതികൂല പാരിസ്ഥിതിക സ്വാധീനങ്ങൾ. ഒരു തൈ വളഞ്ഞിരുന്നാൽ മരവും വളഞ്ഞു തന്നെയായിരിക്കും എന്നാണ് മോശം പരിതസ്ഥിതികളിൽ നിന്നും ക്രിമിനൽ മനസ്താപമുള്ള പലരും. അപ്പം ഇതിൽ പറയുന്നത് കുട്ടിക്കാലത്തെ ശരിയായ അല്ലാത്ത നമ്മളെ കൂട്ടുകെട്ടുകൾ നോക്കാനും, അതേപോലെ നമുക്കറിയാവുന്ന ഒരു പഞ്ചലുണ്ടല്ലോ, അതാണ് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുള്ളതാണ്. അപ്പം അതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ചുറ്റുപാടുകൾ നന്നാക്കുക എന്നുള്ളതാണ്. അതേപോലെ ഒരേ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുമായിട്ട് നമ്മൾ എന്താക്കുക, നിരന്തരം സമ്പർക്കം പുലർത്തുക എന്നുള്ളതാണ്. പിന്നെ അതേമായി പറയുന്നത് വലിയ പോയിന്റാണ്, ഒറ്റ വാക്കുകളിലെങ്കിൽ പോലും നീട്ടിവെക്കല്, പ്രോഡ്കാസ്റ്റിനേഷൻ. എന്താണ് സിന്ധു, നമുക്ക് ആവിടുന്നുണ്ടല്ലോ, ചടുപ്പ് വരുന്നുണ്ടോ? നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്നുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക. അതൊക്കെ പിന്നെ നമ്മൾ പരാജയത്തിന്റെ ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. 5 വർഷമായിട്ട് നീട്ടിവെക്കുന്ന ആളാ. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു 6 മാസമായിട്ടുള്ളൂ ഉണർന്നിട്ട്. അപ്പോൾ 5 വർഷം പിന്നെന്താണ് പോയി കഴിഞ്ഞത് ഞാൻ അറിഞ്ഞിട്ടില്ല. 5 വർഷം മുമ്പ് ഞാനൊരു ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കംഫർട്ട് സോണിന്റെ ബുക്കൊക്കെ വായിച്ച് അങ്ങനെ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തതാ. ഇപ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ 5 വർഷം പോയത് നമ്മൾ അറിഞ്ഞില്ല. അതേപോലെ ആയിരിക്കും ഓരോരുത്തരുടെ ജീവിതവും. നമുക്ക് ഇന്ന് തന്നെ മാറണം എന്ന് വിചാരിച്ച് ഇന്ന് മാറിയില്ലെങ്കിൽ, ഇന്ന് ചെയ്യുന്ന കാര്യം നമ്മൾ ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും ആ കാര്യം അവിടെ തന്നെ ഉണ്ടാവും. അനുഭവം കൂടി ഇതിൽ ഞാൻ പങ്കുവെക്കാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങൾ ഒന്ന് ഇതാണ്. വൃദ്ധരുടെ വിളംബരം എന്നത് ഓരോ മനുഷ്യരുടെ ഒപ്പമുള്ള ഒന്നാണ്. അത് വിജയിക്കാനുള്ള അവരുടെ അവസരങ്ങളെ നശിപ്പിച്ചു കളയുന്നു. നമ്മളിൽ മിക്കവാറും ജീവിത വിജയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. മിക്കവാറും അത് നമ്മൾ ശരിയായ സമയം കാത്തിരിക്കുന്നതിനാണ് സംഭവിക്കുന്നത്. അപ്പൊ ശരിയായ സമയം കാത്തിരിക്കാതിരിക്കുക, ആ സമയം നമ്മൾ ഉണ്ടാക്കുക. എന്തെങ്കിലും ഫലവത്തായത് തുടങ്ങി വെക്കാനുള്ള ശരിയായ സമയം നിങ്ങൾ എവിടെയാണോ അവിടെ നിന്ന് തുടങ്ങുക. അപ്പോൾ ഒന്നും തുടങ്ങാനുള്ള സമയം നമ്മളിലേക്ക് വരില്ല. നമ്മളെ കയ്യിലുള്ളത് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ തന്നെ തുടങ്ങുക, അതിനുവേണ്ടി ആക്ഷൻ ഇപ്പൊ എടുക്കുക. ആക്ഷൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ ഇതിനെ കുറിച്ച് കുറെ എഴുതി, കുറെ പഠിച്ച്, അതൊക്കെ വേണം. പക്ഷെ അതൊക്കെ പെട്ടെന്ന് ചെയ്ത് പരാജയപ്പെടാനുള്ള കാരണങ്ങൾ കൂടി പഠിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുക. അവസരങ്ങൾ വരുമ്പോൾ, നമുക്കൊരു ഇന്റർവ്യൂ വരുമ്പോൾ, ഒരു ജോലിയെ കുറിച്ച് അതൊക്കെ പെട്ടെന്ന് ആക്ഷൻ എടുത്തില്ല, ചിലപ്പോൾ അത് നഷ്ടപ്പെടും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പോ യാത്ര തുടങ്ങിയാൽ മെച്ചപ്പെട്ട ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തപ്പെടും എന്നുള്ളതാണ്. ഫലത്തെ തുടങ്ങി വെക്കാനുള്ള ശരിയായ സമയം നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നും തുടങ്ങുക. കയ്യിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. യാത്ര തുടങ്ങിയാൽ മെച്ചപ്പെട്ട ഉപകരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തപ്പെടുന്ന, അതായത് നമ്മളൊരു ഫീൽഡ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. കാരണം കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് ചോദിക്കും. അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളും ചേരുവകളും അറിവുകളും പിന്നെ അതേപോലെ ഇതിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക. അടുത്തതായി പറയുന്നത് നിഷ്ഠയുടെ ദൃഢാഗ്രഹത്തിന്റെ കുറവ്.
അതാണ് പറയാം, ചില വാക്കുകൾ നമുക്ക് മലയാളത്തിൽ കിട്ടൂല. നിഷ്ഠയുടെ ദൃഢാഗ്രഹത്തിന്റെ കുറവ് എന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ മിക്കവാറും നന്നായി തുടങ്ങുന്നവരാണ്, എന്നാൽ അവസാനിപ്പിക്കുന്നതിന് മോശക്കാരും. നമ്മൾ തുടങ്ങി വെക്കുന്ന മിക്കവാറും എല്ലാത്തിനും ഇത് ബാധകമാണ്. അത് മാത്രമല്ല, പരാജയത്തിന്റെ എന്തെങ്കിലും സൂചന ലഭിച്ചാലുടൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നു, അതിൽ നിന്നും പിന്മാറുന്നു. നിഷ്ഠയ്ക്ക് പകരം ഒന്നുമില്ല. നിഷ്ഠയെ ശരിയായി കണക്കാക്കുമ്പോൾ വൃദ്ധർ പരാജയപ്പെടുന്നു എന്ന വാക്യം ക്ഷീണിതമാകുന്നത് അത് ഇല്ലാതാകുന്നതും കണ്ട നിഷ്ഠയോടൊപ്പം നിൽക്കുന്നതാണ് ഒന്നല്ല പരാജയം. അപ്പൊ ഇതിൽ എനിക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ കൺസിസ്റ്റൻസി. നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന കാര്യങ്ങൾ എന്താക്കുക, തുടർന്നുകൊണ്ടേ ഇരിക്കുക, അല്ലാതെ നമുക്ക് വിജയം ഉറപ്പാക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. അതായത് ഈ ബുക്കിന്റെ അധ്യായത്തിൽ തന്നെ തുടക്കത്തിൽ പറയുന്ന കാര്യമുണ്ട്. അതായത് അവിടെ ഒരു ഗോൾഡിന്റെ എന്താണ് ഒരു മൗണ്ടൻ ഉണ്ടാവും, ഒരു മല, ഇവർക്കൊക്കെ അറിയാം. അപ്പൊ ഇവരെന്താക്കും, ഇതൊക്കെ കൊത്തി റെഡിയാക്കി മെഷീനൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒക്കെ ഡ്രില്ല് ചെയ്തൊക്കെ നോക്കും. അപ്പൊ അതിന്റെ അയിരുകൾ കുറച്ച് കിട്ടും. അങ്ങനെ ഇവർ ഒരുപാട് അധ്വാനിച്ചിട്ട് ഇവർ ലാസ്റ്റ് അത് ഒഴിവാക്കി പോവാണ്. അടുത്ത സ്റ്റെപ്പ് അവർ നോക്കിയില്ല, ഇതിന്റെ അടിയിൽ ഉണ്ടോ എന്നുള്ള ഒരു പരീക്ഷണം കൂടി നടത്താതെ അവർ ഒഴിവാക്കിയിട്ട് ഇത് ആക്രികൾക്ക് ഈ സ്ഥലവും ഈ ആയുധങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ അത് എടുത്ത ആളെന്താക്കുകയാണ്, ഒരു 10 മീറ്ററും കൂടി താഴത്തേക്ക് കുഴിക്കുമ്പോൾ പിന്നെ ഫുള്ള് സ്വർണ്ണ കിട്ടിയത്. അപ്പൊ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കാം, 3/4 ഭാഗം നമ്മൾ ചെയ്തിട്ട് ഒഴിവാക്കി പോകും. അപ്പൊ അത് 100% നമ്മൾ എന്താക്കുക, ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് തന്നെ ഒരു അനുഭവം. എൻ്റെ കയ്യിൽ ഒരു 6 വർഷം മുമ്പ് ഞാനൊരു മാരുതി വിറ്റിരുന്നു. അത് എടുത്ത ഉടനെ, അത് കുറഞ്ഞ വിലക്ക് എടുത്തതാ. എടുത്ത സമയത്ത് എന്നും കംപ്ലൈന്റ്. അങ്ങനെ ഞാൻ എന്താക്കി, അതിന്റെ ബാറ്ററി മാറ്റി, പിന്നെ അതിന്റെ ഓയിൽ മാറ്റി, അങ്ങനെ അവിടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നിരന്തരം നന്നാക്കിക്കും. അങ്ങനെ 10-15,000 രൂപ മുടക്കിയപ്പോൾ ഞാൻ എന്താക്കി, ചടച്ചിട്ട് പിന്നെ ഞാനത് ലാസ്റ്റ് വിറ്റ് കഴിഞ്ഞ് ഞാൻ വേറെ വണ്ടിയൊക്കെ എടുത്ത് ഒരു ദിവസം വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞ്, എൻ്റെ മാരുതി നമ്മളെ അടുത്തുള്ള ഇന്ന ആളെ അടുത്ത് ലയിച്ചു. ഞാൻ പറഞ്ഞ ഈ വല്ലാത്തൊരു അബദ്ധമായി പോയി ചെയ്തത് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്താ പണി, ഇപ്പൊ നിങ്ങൾക്ക് നല്ല പണി ഇട്ടില്ല, നിങ്ങളല്ല അതിനോട് പൈസ ഉണ്ടാക്കി വെച്ചോ. അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ, അതിനിപ്പോ ഒരു പണിയില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞാൽ അതിനൊരു പണിയില്ല, കാരണം അതിന്റെ പണികൾ ഓരോ ഘട്ടങ്ങളിലായിട്ട് എടുപ്പിച്ച് അതിന് ഇപ്പോഴത്തെ സമയത്ത് ഒരു പണിയില്ല. അതിന്റെ ഒരു ഫുൾ കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. എനിക്ക് 5 വർഷം ഒരു പണിയില്ലാതെ എനിക്ക് കൊണ്ടുനടക്കാമായിരുന്നു പറഞ്ഞു. എനിക്ക് ഇനി അതിന്റെ 2 ടയർ മാത്രം മാറ്റിയാൽ മതിയായിരുന്നു പറഞ്ഞു. അവിടെ വന്നായിട്ട് ടയർ മാത്രം മാറ്റിയിട്ടുള്ളൂ, വേറൊരു കംപ്ലൈന്റും ഇല്ല ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു. എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇവിടുന്ന് പണിയെടുപ്പിക്കില്ല. അപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. കാരണം ഞാൻ ഇനിയും പണി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊടുത്തത്. അപ്പൊ എന്താ, എടുത്തവർക്ക് ലാഭമായി. അപ്പൊ അത് എൻ്റെ ഒരു വലിയൊരു പാടായിരുന്നു. അത്രയും പണിയെടുപ്പിച്ച് ഞാൻ കൊടുത്തത്. അദ്ദേഹത്തിന് എന്തായി, ഒരു പണി പിന്നെ വന്നിട്ടില്ല. ചിലർ പറയാം അദ്ദേഹത്തിന്റെ ഭാഗ്യം, എൻ്റെ കയ്യിലുള്ളപ്പോൾ എന്നും പണി, അദ്ദേഹത്തിന് ഒരു പണി കിട്ടിയില്ല, അതിന്റെ ഉമ്മ എന്നാൾ പറഞ്ഞു. അപ്പോൾ അത് അതുകൊണ്ടല്ല, ഞാൻ അത്രയും പൈസ അതിൽ കയറ്റിയത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത്, 10ാമത്തെ പോയിന്റ് പറയുന്നത് നിഷേധ വ്യക്തിത്വത്തിലൂടെ ചുറ്റുമുള്ളവരെ ആട്ടി ഓടിക്കുന്നവർക്ക് വിജയപ്രതീക്ഷ ഉണ്ടാകില്ല. അധികാരം കരുത്ത് ഉപയോഗിക്കുന്നതിലാണ് വിജയം എത്തുന്നത്. ജനങ്ങളുമായി സഹകരിക്കുന്നതിലാണ് ഈ കരുത്തും അധികാരവും വരുന്നത്. നിഷേധാത്മക വ്യക്തിയുമായി ഒരാൾ ഒരിക്കലും സഹകരണത്തെ പ്രേരിപ്പിക്കുമല്ല. അപ്പൊ നമ്മളെ വ്യക്തിത്വത്തെ കുറിച്ചിട്ട് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അഹന്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിന് നമ്മൾ എന്താക്കുക, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന ബുക്കുണ്ട്, ഡെയൽ കാർണഗിയുടെ ബുക്ക്. അതും ഇതേ പുസ്തകം പോലെയാണ്. നമുക്ക് എന്താണ്, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകാൻ പറ്റിയൊരു ബുക്കാണ്. അത് ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ള ആളുകൾ നമ്മളോട് നെഗറ്റീവായിട്ടായിരിക്കും പെരുമാറുക. അപ്പോൾ ഈ സൊസൈറ്റി അങ്ങനെയാണ്, അവർ ജീവിച്ചു വളരുന്ന സാഹചര്യം അതാണ്. നമ്മളെപ്പോലുള്ള പോസിറ്റീവ് കമ്മ്യൂണിറ്റി ചേർന്നിട്ടില്ല. അപ്പോൾ ഇത് ചേരുന്ന മുമ്പ് നമ്മളെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്കറിയാം. പെട്ടെന്ന് ദേഷ്യപ്പെടും, നമുക്ക് ക്ഷമ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താണ്, പല ആളുകളും നമ്മളോട്, ബോസ് ഒക്കെ പല ആളുകളും നമ്മളോട് പല രീതിയിൽ പ്രതികരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ടൂണിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്കറിയാം മോശമായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ബുക്ക് നിർബന്ധമായിട്ട് വായിക്കേണ്ടത്. ഇതിന്റെ ഓഡിയോ ബുക്കൊക്കെ ഉണ്ട്. സൈഫ് സാറ് അതിന്റെ വീഡിയോ ഇതിൽ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേജിലുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. അപ്പോൾ ആ പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കുക, അതിന്റെ ഓഡിയോ എങ്കിലും കേൾക്കുക, യൂട്യൂബിലെങ്കിലും സമയമുള്ള സമയത്ത്. പിന്നെ പറയുന്നത്, വെറുതെ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന നിയന്ത്രിക്കാനാകാതിരിക്കുക. ചൂതാട്ടത്തിനുള്ള താല്പര്യം ദശലക്ഷം പ്രജാതിന്റെ പടുക്കുയിൽ എത്തിക്കുന്നു. അതിൽ പറഞ്ഞത്, നമ്മൾ ലോട്ടറി പോലുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ വിജയിക്കാൻ ശ്രമിക്കാതിരിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അത് പരാജയപ്പെടും. കാരണം ലോട്ടറി എടുത്ത പൈസ പോവും, അത് അടിക്കൂല എന്ന് മാത്രമല്ല, അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ്, അത് നമ്മൾ അധ്വാനത്തിലൂടെ
നേടിയെടുക്കാത്തതിന് അത് പെട്ടെന്ന് ലോസായി പോകും. അത് ദൈവം കൊണ്ടുപോകുന്നതല്ല, നമുക്ക് ആ പണം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. അടുത്തതായി പറയുന്നത് കൃത്യതയോടെ നിർവചിക്കപ്പെട്ട തീരുമാനമെടുക്കാൻ കരുത്തില്ലായ്മ. വിജയികൾ പൊടുന്നനെ തീരുമാനമെടുക്കുന്നവരാണ്. എടുത്ത തീരുമാനത്തെ വളരെ സാവധാനത്തിൽ മാറ്റുന്നവരും പരാജയപ്പെടുന്നവർ വളരെ സാവധാനത്തിൽ തീരുമാനമെടുക്കുന്നവരും അവരെ ഇടയ്ക്കിടെ മാറ്റുന്നവരുമാണ്. തീരുമാനമെടുക്കുകയും നീട്ടിവെക്കുകയും എന്നത് ഇരട്ട സഹോദരങ്ങളാണ്. എവിടെയെങ്കിലും ഇതിലൊരാളെ കണ്ടെത്തിയാൽ മറ്റേ ആളും അടുത്തുണ്ടാവും. നിങ്ങളുടെ പരാജയത്തിന്റെ ഡ്രില്ലിൽ ഇവർ ഇരുവരും ചേർന്ന് കെട്ടിയിടുന്നതിന് മുമ്പ് ഈ ജോഡികളെ കൊന്നു കളയുക എന്നാണ് പറയുന്നത്. അതായത് രണ്ട് കാര്യം. ഒന്ന്, നമുക്ക് എന്താണ് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കരുത്തില്ലായ്മ എന്നാണ് സംഭവം. നമുക്ക് പേടി, എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ആക്ഷൻ എടുക്കാനുള്ള പേടി, അതേപോലെ കൺസിസ്റ്റൻസി ഇല്ലായ്മ, നീട്ടിവെക്കുക എന്നാണ് സംഭവം. ഇത് രണ്ടും ഇരട്ട സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി യോജിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഡേഞ്ചറാണ് നമ്മളെ ജീവിതത്തിരുന്നത്. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്തായിരിക്കാൻ നമ്മൾ എന്താക്കുക, അതിനെ കൊന്നുകളയുന്ന പറയുന്നത്. അപ്പൊ ഈ രണ്ട് വിഷയത്തെ നമ്മൾ എന്താക്കുക, ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. പിന്നെ 14-ാമതായി പറയുന്നത് 6 അടിസ്ഥാന ഭയങ്ങളിൽ ഒന്നോ അതിലധികമോ ഉണ്ടാകുക. ഈ ഭയങ്ങളെ കുറിച്ച് മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്. സേവനങ്ങൾ നല്ല രീതിയിൽ വിൽപ്പനയ്ക്ക് വെക്കാവുന്നതിന് വേണ്ടി ഇതിന്മേൽ ചെയ്യണം. അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഒറ്റ പോയിന്റ് പറയാൻ സമയമായിട്ടുണ്ട്. 14 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഒരു 30 കാര്യങ്ങളല്ലേ ഉള്ളൂ, സിമ്പിളായിട്ട് 3 പേജേ ഉള്ളൂ. അപ്പൊ അത് പെട്ടെന്ന് വായിച്ച് തീർക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിനൊരു ഒരു സെക്ഷനും കൂടി വേണ്ടി വരും. സംഭവം സത്യം ഞാൻ പറയട്ടെ, ഇത് ഞാൻ ഓടിച്ചു പോയതെന്ന് വെച്ചാൽ ഇതിലൊക്കെ കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് കൊണ്ടാണ്. ഇതിൽ ഓരോ പാരഗ്രാഫും എടുത്തിട്ട് ഒരു സെഷൻ എടുക്കാനുള്ള അത്രയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് ഈ പുസ്തകം എല്ലാവരും വാങ്ങി വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അത്രയും കാര്യങ്ങളാണ് ഇതിൽ. ഒരു പേജിലല്ല ഞാൻ പറഞ്ഞത്, ഒരു പാരഗ്രാഫില്. അപ്പോൾ ഇത് ഞാൻ 175-ാമത്തെ പേജാണ് ഞാൻ വായിച്ചത്. അതിലൊരു പേജിന്റെ 2 വശം മാത്രമാണ് വായിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇതിൽ എത്രമാത്രം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ്. അപ്പോൾ താങ്ക് യു ഓൾ. ഇനി ഇതിൽ ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, അതിനും കൂടി നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് ഞാൻ എന്താണ് പിന്നെ ഗോപിക മാമിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇതിൽ ആൻഡ്രൈസ് ചെയ്തിട്ട് പറയാം, പിന്നെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇതിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പേജുകൾ അല്ലെങ്കിൽ ഈ പുസ്തകം നേരത്തെ പറഞ്ഞ ഗോപിമാൻ ചോദിച്ചപ്പോൾ അല്ലാതെ ആരെങ്കിലും ഈ പേജ് വായിച്ചിട്ടുണ്ടോ അല്ല കേട്ടിട്ടുണ്ടോ? ഇല്ല. സിന്ധു മാം ഇല്ല. സർ, ഈ ബുക്കിലില്ല. വേറെ ഞാൻ എന്താ പറയാ, നിങ്ങൾക്കും വിജയിക്കാന്നുള്ള ഒരു ബുക്കില് ഇതിന്റെ കുറച്ച് പോയിന്റുകൾ ഉണ്ട് വരുന്നുണ്ട്. ഇത് കേട്ടിട്ടുണ്ടോ? ഈ പോയിന്റുകൾ ഞാൻ വായിച്ച 30 പോയിന്റുകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? 14 പോയിന്റുകൾ ഇല്ല, ഏകദേശം ഇതേപോലെ വരുന്നുണ്ട് പറഞ്ഞു. വരുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു സത്യം പറയട്ടെ, അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് കാര്യമല്ല, ഗ്രൂപ്പുകളിൽ നല്ല സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കണം. ആൾക്കാർ പോസ്റ്റ് ഇടുന്ന കാര്യങ്ങൾ, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് മറ്റുള്ളവരെ എഴുതുന്ന, അതൊന്നും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യമായിട്ട് ആര് ബുക്ക് വായിച്ചിട്ട് അതിൽ പോസ്റ്റ് ചെയ്താലോ അത് ക്ലിയർ ഉള്ളതാണെങ്കിൽ ഞാനത് വായിക്കാറുണ്ട്. ഇത് ഞാൻ ഇന്നലെ വായിച്ച പേജ് ആയതുകൊണ്ട് ഈ ബുക്കും ഞാൻ എക്സസൈസ് ചെയ്തതിന്റെ ടു ഡു ലിസ്റ്റ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ബുക്ക് റിവ്യൂ എടുക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എല്ലാവരും ഇത് വായിച്ചതായിരിക്കുമല്ലോ ഇന്നലെ. അപ്പൊ ഇനിയിപ്പോ പറയുമ്പോൾ അത്രമാത്രം ആൾക്കാർ ഉൾക്കൊള്ളൂല, ശ്രദ്ധിക്കൂല എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും ഇത് വായിച്ചിട്ടില്ല. അപ്പൊ നമ്മളെന്താക്കുക, ഇതിൽ വരുന്ന എന്റേതെന്ന് മാത്രമല്ല ആർക്കും ഇപ്പൊ ഇതിൽ പല വായിക്കാറുണ്ട് നൗഫലെ, പക്ഷെ ഇന്നലെ വായിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടായിരിക്കും. അതെ. അപ്പൊ ഇത് നമ്മളെന്താക്കുക, ബാക്കി കാര്യങ്ങളോട് വായിക്കുക. ഈ പോയിന്റ് എഴുതിയെടുക്കണമെങ്കിൽ അതിൽ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഗ്രൂപ്പുകളിലും, അതൊന്ന് നോക്കുക. ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റിയിൽ തന്നെയാണ് കഴിവതും ഞാൻ ഫോട്ടോ എടുക്കുക. കാരണം മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. ചില ബുക്കുകളൊക്കെ ഞാൻ ഒരു ആദ്യത്തെ പേജ് മുതൽ ഞാൻ വായിക്കുന്ന എല്ലാ പേജുകളും കണ്ടിന്യൂ ആയിട്ട് ഇടാറുണ്ട്. അപ്പൊ ഒരിക്കലും പുസ്തകം വായിക്കുന്ന ഫീൽ തന്നെ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. അപ്പോ എനിവേ താങ്ക് യു മാം, താങ്ക് യു ആൾ. താങ്ക് യു സോ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബുക്കിൽ നമുക്ക് ഏറ്റവും ഓക്കെ ആയിട്ടുള്ള കുറെ ഒരുപാട് പോയിന്റ്സ് സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ടീം മെമ്പേഴ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയ പോയിന്റ്സും കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. സോ ഫസ്റ്റ് ആരാ സംസാരിക്കുന്നേ? മാജിക് മോർണിംഗ്. മാം. എന്തായാലും ഞാൻ ഇടുന്ന പേജ് നൗഫൽ വായിക്കാറുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയത്. കാരണം എന്നോട് ചോദിച്ച് മാം വായിക്കുന്ന റിച്ച് ഡാഡ് പുവർ ഡാഡ് അല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട്. അപ്പോ ഞാനും വായിക്കാറുണ്ട്. ഇന്നലേക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല.
എനിവേ എന്തായാലും നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു. തുടക്കത്തിൽ 25 പേരുണ്ടായിരുന്നു. ഇപ്പൊ അത് എത്ര പേരായി? 20 പേരായി. ബാക്കിയുള്ളവരൊക്കെ അതൊന്ന് പോയി. അപ്പൊ ബുക്ക് റിവ്യൂ വയ്ക്കുമ്പോൾ ആളുകൾക്ക് അത് കേൾക്കുമ്പോ നമുക്കൊരു ബുക്ക് വായിച്ചൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ആ വായിച്ച് അത് പറഞ്ഞു തരുന്നതിലൂടെ നമ്മളെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അതിലുണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഒന്ന് പറഞ്ഞത് ഇപ്പൊ ബിരിയാണി ആയി എന്താ, നമ്മൾ ഏതൊരു കൂട്ടുകാരൻ നമ്മളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും നമ്മൾ വിളിച്ചതിനെ നമ്മൾ തിരസ്കരിക്കണ്ട. കാരണം ഞാൻ ഇല്ല എന്ന് പറയണ്ട, നമുക്ക് പോവാം. പക്ഷെ ഫുഡ് കഴിക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോ അവരെ കൂടെ ചെന്ന് എന്നുള്ളതാവും. ഫുഡിന്റെ കാര്യത്തിൽ നമ്മളുടെ ഡിസിഷൻ എടുത്താൽ മതി. അതുപോലെ പ്രോക്രാസ്റ്റിനേഷൻ, അത് നൗഫൽ പറഞ്ഞ പോലെ ഞാനും അങ്ങനത്തെ ഒരാൾ തന്നെയായിരുന്നു. നീട്ടി വെക്കാം, നാളെ ചെയ്യാച്ചിട്ടിരിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഞാനിപ്പോ നമ്മളെ ഈ ചലഞ്ചിൽ വന്നതിന് ശേഷം ഒന്നും കൂടി ആക്റ്റീവായി നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഞാൻ ബി മാജിക്കിനോട് പറയുകയാണ്. ഇതിൽ വന്നതിന് ശേഷമാണ് നമ്മളെ ഈ വക മാറ്റങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ബി മാജിക്കിൽ വന്നതിന് ശേഷം. എനിവേ ഞാൻ എന്തായാലും ബി മാജിക്കിന് എന്നും കടപ്പെട്ടിരിക്കും. ഓക്കെ, താങ്ക് യു നൗഫൽ. നല്ല ഒരു റിവ്യൂ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു ഓൾ. സിന്ധു മാം. മുസ്തഫ സർ. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, ആദ്യമാണ് കേൾക്കുന്നത്. ഇനി വായിക്കാനുള്ള പരിശ്രമം ഉണ്ടാക്കുക. നന്നായിട്ടുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. ഇതിൽ ആവശ്യമാണല്ലോ പുസ്തകം വായിക്കേണ്ടത്. ഫസ്റ്റ് ആയത് കാരണം എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഓക്കെ, കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാനുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞു തരാം. താങ്ക് യു മുസ്തഫ ഇന്ന് സാർ. ഞാൻ ഏതായാലും ഇതാണ് ഉണ്ടാവില്ല, നമ്മൾ നാളെ. താങ്ക് യു മുസ്തഫ സാർ. പിന്നെ വളരെ സന്തോഷം. നമ്മൾ ഇതാണ് ആഗ്രഹിക്കുന്നതിൽ ഒരാളെങ്കിലും ഒരു മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പേജെങ്കിലും വായിച്ചാൽ അതാണ് നമ്മളെ വിജയം. ഒരു പുസ്തകം വായിച്ചാൽ അത്രയും അറിവ് നമുക്ക് കിട്ടും. ഏതായാലും താങ്ക് യു. അതേപോലെ സാറിനെ വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കാൻ, വിളിക്കാം. മെഡിറ്റേഷനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാനുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മുസ്തഫ സർ. താങ്ക് യു നൗഫൽ സർ. വളരെ നന്നായിരുന്നു ആദ്യം മുതൽ അവസാനം വരെയും. നല്ല കുറച്ച് പുതിയ അറിവുകളും പിന്നെ കുറച്ച് കേട്ട അറിവുകളും നേരത്തെ കേട്ടിട്ടുള്ളതും എല്ലാം കൂടി വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ആരാ സംസാരിക്കുന്നേ? ഹലോ, ഓക്കെ, ദിവ്യ മാം. മാജിക് മോർണിംഗ് സർ. നല്ല ഒരു ബുക്ക് റിവ്യൂ ആയിരുന്നു, നന്നായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുന്നേ വായിച്ച ഒരു കാര്യമാണ് കേട്ടോ. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹില്ലിന്റെ. അപ്പോ അതിനുശേഷമാണ് റോണ്ടാബെറിന്റെ രഹസ്യം, മാജിക് ഒക്കെ വായിച്ചത്. അപ്പൊ അന്നത് വായിച്ചപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എത്ര കാര്യങ്ങൾ. ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി. ആയ വേർഡ്സുകളായാലും ഭയങ്കര ബോറിംഗ് ആയിട്ട് വായിച്ച ഒരു പുസ്തകമായിരുന്നു സത്യത്തിൽ അത്. സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല. പക്ഷെ ഏറ്റവും ആദ്യം വായിച്ച പുസ്തകമായത് കൊണ്ടാണോന്നറിയില്ല, ഭയങ്കര ബോറിങ്ങോടുകൂടി അത് അവസാനിപ്പിച്ചതായിരുന്നത്. പിന്നീടാണ് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. രഹസ്യം വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്, ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു എന്താ പറയാ നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഇതിനെ കുറിച്ച് കുറച്ചും കൂടി കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിച്ചത്. അപ്പോ സാറ് നന്നായിട്ട് കാര്യങ്ങൾ എന്താ പറയാ അവതരിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അതാണ്, നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. കൺസിസ്റ്റൻസി ആയാലും പ്രൊക്കാസ്റ്റിനേഷൻ ആയാലും അതുപോലെ നിഷേധകരമായി സംസാരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മളെ ചുറ്റുപാടുകൾ നമ്മൾ നന്നാക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഡീപ്പ് നോളജ് എങ്ങനെ വരുത്തണം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമ്മളുടെ ക്ലാസ്സുകളിൽ പറയുന്നതാണെങ്കിൽ കൂടിയും നമ്മൾ ആക്ഷനിലേക്ക് ഇത് കൊണ്ടുവരുന്നില്ല. അതാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. എന്ന് നമ്മൾ നമ്മളുടെ ഹാബിറ്റിന്റെ ഭാഗമാക്കുന്നു, ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുന്നു, അന്ന് മുതലാണ് നമ്മളുടെ വിജയത്തിന്റെ ഓരോരോ സ്റ്റെപ്പുകളും നമ്മൾ കയറി പോകുന്നത്. അപ്പോ താങ്ക് യു സോ മച്ച് സർ, നല്ലൊരു ക്ലാസ്സിന്.
താങ്ക് യു. ഓക്കെ പിന്നെ വേറെ ഒരു താങ്ക് കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ ആ വായിക്കാറുണ്ട് കേട്ടോ നൗഫൽ സർ. മാക്സിമം ഞാൻ ബുക്ക് റിവ്യൂ വരുന്നത് നമ്മളുടെ ഇതികൾ വരുന്ന വായിക്കാറുണ്ട്. ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോ കുറച്ച് സമയത്തിന്റെ ഒരു കുറവുള്ളത് കൊണ്ട് മുഴുവനായിട്ട് വായിക്കാൻ പറ്റാറില്ല, അല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നൗഫൽ സാറിനോട് ഞാൻ ചോദിക്കാറുണ്ട്, നെക്സ്റ്റ് പേജ് ഇടണം എന്നൊക്കെ പറയാറുണ്ട്. സാജിൻ സാറിനോടും പറയാറുണ്ട്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ താങ്ക് യു ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. ദെൻ വേറെ ഓക്കെ, മാജിക് മോർണിംഗ് ടു ഓൾ. ഓക്കെ തീർച്ചയായിട്ടും നൗഫൽ സാർ നല്ലൊരു ബുക്ക് റിവ്യൂ ആയിരുന്നു. കാര്യം പറഞ്ഞ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ അലമാരിയിൽ ഇരിപ്പുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, പറഞ്ഞതുപോലെ എന്താണ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു അവബോധവും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും കൺസിസ്റ്റന്റ് ആയിട്ട് ആക്ഷൻ ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണെന്ന് തോന്നുന്നു ഇന്നിപ്പം കേട്ടതിന്റെ ആകത്തുക. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തേണ്ടത്, ഇപ്പം ഫുഡിന്റെ കാര്യമാണെങ്കിലും നമുക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആത്മസംയമനം പാലിക്കാൻ എത്രമാത്രം നമ്മളെ കൊണ്ട് കഴിയും എന്നൊക്കെ നമുക്കൊന്ന് നമ്മുടെ ജീവിതവുമായിട്ട് തുലനം ചെയ്തൊന്ന് താരതമ്യപ്പെടുത്താൻ പോലും നമ്മുടെ ഈ ബുക്ക് റിവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശൈല മാം. മാജിക് മോർണിംഗ്. സാർ പറഞ്ഞോളൂ, സാറല്ലേ? ആ മണി സർ പറഞ്ഞോളൂ. സാർ നല്ല ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആയിരുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഇന്ന് പ്രസന്റ് ചെയ്തത്. ബുക്കിന്റെ റിവ്യൂ നെപ്പോളിയൻ ഹില്ലിൻ്റെത് 25 വർഷം കൊണ്ട് ഗവേഷണത്തിന്റെ ഫലമായിട്ട് പുറത്തു വന്ന ഒരു ബുക്കാണ്. അത് എങ്ങനെ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട പേജിലെ 3 പേജിലെ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞു തന്നത്. അത് 10-14 പോയിന്റുകൾ വളരെ നമുക്കൊരു ലക്ഷ്യമാണെന്നും നമ്മൾ ഡിസിപ്ലിനും അതുപോലെ തന്നെ എക്സസൈസിന്റെ കാര്യമായാലും ശരി, ബ്രീത്തിങ്ങിന്റെ കാര്യമായാലും ശരി, മറ്റ് പലതും നമ്മൾ പ്രോക്രാസ്റ്റിനേഷനും ഒക്കെ അത് വിവരിച്ചിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് ഉള്ളതെന്നുള്ള ഒരു നാണം കുണുങ്ങിയാണെന്നുള്ളതും അതിനെ നമ്മൾ ഉന്തി കയറ്റേണ്ടതുണ്ട് മനസ്സിലേക്ക് നിൽക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ്. അതേമാതിരി ടിൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ അത് ഓരോ പോയിന്റും അത് വിശദീകരിക്കുന്ന രീതി വളരെ നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് പോയിന്റ് വന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബുക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ സാധാരണ ഈ ഓഡിയോ ബുക്ക് വായിക്കാറുണ്ടെങ്കിൽ ഇതിന്റെ ഓഡിയോ ബുക്ക് കുറച്ച് കേട്ടിട്ടുള്ളൂ. അതുപോലെ ഇന്ന് സാറ് പറഞ്ഞ പോലെ ബുക്ക് വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് വായിക്കില്ല. ചിലപ്പം ഒക്കെ എഴുതുന്നത് ഒരു അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് തിരക്കിൽ ഓടുക ചെയ്യാം. ഇന്നലെ സാധാരണ നൗഫൽ സാറിനെ കുറച്ച് വായിക്കാറുണ്ട്, നല്ല ഇമ്പോർട്ടന്റ് പോയിന്റ് ഒക്കെ നോക്കി അങ്ങനെ ഇത് തിരക്കിലോടുക. അപ്പൊ മനസ്സിലത് നല്ലോണം പതിയാറില്ല. ഇനി ശ്രദ്ധിക്കും ശരിക്കും. നല്ല ഇത്തരം പോയിന്റ്സ്, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫിൽ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മെച്ചമുള്ളൂ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. നല്ല ക്ലാസ്. ഓക്കെ താങ്ക് യു മണി സർ. പ്രീത മാം. മാജിക് മോർണിംഗ് നൗഫൽ സാർ. വളരെ നല്ലൊരു ബുക്ക് റിവ്യൂ തന്നെ. സാറ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അറിയാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ബി മാജിക്കിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ സാറ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ബുക്ക് വായിക്കാറില്ല, അല്ല ബുക്കിന്റെ അതായത് വായിച്ച കാര്യങ്ങൾ സാറ് ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് കേട്ടോ. അത് വായിക്കാറുമില്ല, അത് വേണ്ട പറയാ. പിന്നെ എനിക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ബുക്ക് ഇത്തരത്തിലുള്ള ബുക്ക് വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു. സത്യം പറഞ്ഞ ഉണ്ണേട്ടനൊക്കെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് ഞാൻ ചീത്ത പറയാന്ന് പറഞ്ഞാൽ എന്തായിട്ട് പണിക്ക് പോയിട്ട് ഇത്രയും നേരം വൈകിട്ട് വന്നിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും സമയം തരുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ അവരിങ്ങനെ വായിക്കല് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രചോദനം വന്നത്. ഇപ്പൊ കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ വായിക്കാറുണ്ട്. അതിപ്പോ നമ്മുടെ ഈ ഒരു കൾച്ചറൊക്കെ ഫോളോ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബുക്ക് വായിക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയത്.
ഇന്നലെ ഇപ്പൊ നമ്മുടെ സേഫ് സാർ എടുത്ത് രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ 45-ാമത്തെ പേജ് ദിവ്യമ്മ പറഞ്ഞ പോലെ അതൊക്കെ വായിച്ച് പോയത്. പക്ഷെ സാർ ഇന്നലെ ഒന്നും കൂടി പറഞ്ഞപ്പോ നമുക്ക് ഒന്നും കൂടി വായിക്കണം എന്നായി. അപ്പൊ അത് വായിച്ചു. അതേപോലെ തന്നെ ഇപ്പൊ നൗഫൽ സാറ് പറഞ്ഞത് ഇന്നലെ ബുക്കിന്റെ പേജ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് എന്തായാലും അത് വായിക്കും. ഓക്കെ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നന്നായി മനസ്സിലായി. ശരിക്കും ആ ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു പ്രചോദനം നമുക്ക് സാറ് തരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും അതെ, സാറിന്റെ ബുക്ക് റിവ്യൂ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബുക്ക് വായിച്ച ഒരു ഫീലാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം. ഷാജൻ സർ. ഓക്കെ. മാജിക് മോർണിംഗ് നൗഫൽ സാർ, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ആ ബുക്ക് സാർ പറഞ്ഞല്ലോ, ഇപ്പൊ എടുത്ത ഭാഗം നമ്മുടെ നെഗറ്റീവുകൾ അറിഞ്ഞിരിക്കലാണ് നമ്മളുടെ പോസിറ്റീവ്. നമുക്ക് ഏറ്റവും കയറി വരാനുള്ള ഒരാൾക്ക് ഊർജം കിട്ടുന്നത് നമ്മളുടെ നെഗറ്റീവുകൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് നമുക്കത് തിരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു 10-30 കാര്യങ്ങളാണ് ആ പേജിലുള്ളത്. ഞാൻ വായിച്ചിട്ടുണ്ട് ബുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അത് തന്നെയാണ്. സ്വല്പം നമുക്ക് വായിക്കുമ്പോൾ സ്വല്പം കടുകട്ടിയായിട്ട് തോന്നുകയാണെങ്കിലും നമ്മളിപ്പോ നമ്മുടെ ലൈഫ് ഉദ്ദേശിച്ചിട്ട് വായിക്കുന്ന ഒരാൾക്ക് നമ്മുടെ ലൈഫ് മുന്നേറണം എന്ന് വിചാരിച്ചിട്ട്, ലൈഫിൽ വിജയങ്ങൾ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആ പേജാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എടുത്തിട്ടുള്ള ഭാഗമാണ് ആ ബുക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. കാരണം എന്താണോ എന്റെ ഒരു 30 നെഗറ്റീവുകളാണ് അതിൽ കൊടുത്തിട്ടുള്ളതെന്നോ 30 അത്ര സംതിങ് ആണ്. അതില് ഏറ്റവും നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലും നമ്മളുടെ ഒരു 3, 4, 5 നെഗറ്റീവുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. എന്റെ കുറവുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതിൽ നിന്ന് ആ തിരിച്ചറിവ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളുകൾക്ക് മാത്രമാണ് നമ്മളുടെ പരാജയങ്ങളുടെ തിരിച്ചറിവ് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ മാറാൻ കഴിയുള്ളൂ എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ആ ബുക്കിലെ ആ വരികളൊക്കെ. അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നതാണ്. ആ ഒരൊറ്റ പേജ് മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അദ്ദേഹം 25 വർഷം എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകന്റെ ലൈഫാണ് ശരിക്കും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അത് തെളിയിച്ചും ചെയ്തു. അത് ആ 25 വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹം തെളിയിച്ചു. എന്റെ മകനെ എങ്ങനെ വിജയിപ്പിച്ചു, ഒന്നും അല്ലാത്ത ഒരു മകനെ എല്ലാവരും തള്ളിക്കളയുന്ന ഒരു വ്യക്തിത്വത്തെ എങ്ങനെ ഏറ്റവും പോസിറ്റീവായിട്ട് ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ വളരെ മനോഹരമായ ബുക്കാണ്, വായിക്കേണ്ട ബുക്കാണ്. എല്ലാവരും അത് അത്രയും ശ്രദ്ധയോടുകൂടി വായിക്കണം. നമ്മൾ ഇപ്പൊ ഈ ഇരിക്കുന്ന ടീമിലുള്ള വായിക്കാത്ത ആളുകൾ എന്തായാലും വായിക്കേണ്ട ഒരു ബുക്കാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ്. താങ്ക് യു നൗഫൽ സർ. ഓക്കെ, താങ്ക് യു ഷാജൻ സർ. ഓ, നമുക്ക് ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ മോളെ, ഒറ്റ കാര്യം. അദ്ദേഹത്തിന് ആരുടെയെങ്കിലും മക്കൾക്കോ അല്ലെങ്കിൽ ഇനിയിപ്പോ ആർക്കായാലും കുഴപ്പമില്ല, ഒരു സൗജന്യമായിട്ടൊരു തയ്യൽ ക്ലാസ് തുടങ്ങുന്നുണ്ട്. സൗജന്യമായിട്ട് 2 മാസത്തെ കോഴ്സാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിവേ നൗഫൽ സർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് വാല്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളും പോയിന്റ്സും ആണ് ഇന്നത്തെ കുറഞ്ഞ ടൈം കൊണ്ട് സാർ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നൗഫൽ സാറൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ പലരും പല ബുക്സും വായിച്ച റെഫറൻസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബുക്സ് തന്നെ കണ്ടിന്യൂ ചെയ്ത് വായിച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് റീഡിംഗ് എന്നുള്ള ഹാബിറ്റ് കൂട്ടാൻ പറ്റും. ഒരു ബുക്ക് കംപ്ലീറ്റ് വായിക്കുന്നതിനുപരി നിങ്ങൾ ഇടുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് വായിച്ചാലും മതി. സോ എനിവേ, അപ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരു ഹാബിറ്റും കാര്യം കണ്ടിന്യൂസ് അതിൽ കൺസിസ്റ്റൻസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. സോ എനിവേ, നൗഫൽ സർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. അപ്പോൾ നമുക്ക് ലീവ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. മാജിക് മോർണിംഗ്. താങ്ക് യു സർ. Thank you all. Thank you, sir. Thank you all. Thank you, Nafal sir. Thank you.